നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSK LSGയെ പരാജയപ്പെടുത്തിക്കൊണ്ട് IPL പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ടല്ലോ. ഈ കളിയിൽ പല ഘട്ടങ്ങളുണ്ടായിരുന്നു, ഓരോന്നും നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കളി കഴിഞ്ഞിട്ട് ഋതു ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ അടിച്ച് തകർക്കുകയായിരുന്നല്ലോ LSG, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അങ്ങ് വെടിക്കെട്ട് പ്രകടനം നടത്തുമ്പോൾ തുടക്കത്തിൽ കളി കൈവിട്ടൊരവസ്ഥയാണ് CSKക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഔട്ടിൻ്റെ സമയത്ത് സഞ്ജു പറഞ്ഞ ചില വാക്കുകൾ ടീമിനെ വലിയ രൂപത്തിൽ പംഡപ്പ് ആക്കി എന്നാണ് കളിക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ CSKയുടെ ക്യാപ്റ്റൻ ഋതു പറയുന്നത്. സഞ്ജു ആ ഒരു സമയത്ത് ആദ്യ ടൈം ഔട്ടിന് ശേഷം സഞ്ജു വന്ന് പറഞ്ഞു, നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മളൊരു തിരിച്ചുവരവ് നടത്തണം, നമുക്ക് കഴിയും, അതുകൊണ്ട് നമ്മൾ അതിനൊരു തിരിച്ചുവരവ് നമ്മളിപ്പോൾ നടത്തണമെന്ന് സഞ്ജു പറഞ്ഞത് വലിയ രൂപത്തിൽ ടീമിനെ പോസിറ്റീവാക്കി മോട്ടിവേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ നമ്മൾ നോക്കിയാണ് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. സഞ്ജു വന്ന് പറഞ്ഞ കാര്യം പറയുന്നത്, ആഫ്റ്റർ ദി ഫസ്റ്റ് ടൈം ഔട്ട് സഞ്ജു കെയിം ഇൻ ആൻഡ് സെറ്റ്, ഇഫ് വി ഹാവ് ഇറ്റ് ഇൻ അസ്, നമുക്കതുണ്ടെങ്കിൽ, നമുക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ, വി ഹാവ് ടു മേക്ക് എ കം ബാക്ക്, നമ്മളൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കണം എന്ന് സഞ്ജു പറഞ്ഞു. ദാറ്റ് ജസ്റ്റ് പംപ്ഡ് അപ്പ് എവറി വൺ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് എബൌട്ട് ഗെറ്റിംഗ് ദോസ് വിക്കറ്റ്സ്. അപ്പോൾ അത് ഓരോ താരങ്ങളെയും വലിയ രൂപത്തിൽ ആവേശത്തിലാക്കി പംഡപ്പാക്കി. പിന്നെ വിക്കറ്റുകൾ കിട്ടുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും ആ ഒരു തിരിച്ചുവരവിന് ഈഗറായിരുന്നു. എവരി വൺ വാസ് ഈഗർ ടു മേക്ക് എ കം ബാക്ക് ആൻഡ് ദാറ്റ് ഡിറ്റർമിനേഷൻ ചേഞ്ച്ഡ് ദി കോഴ്സ് ഓഫ് ദി ഗെയിം. അത് ആ ഒരു ദൃഢനിശ്ചയം കളിയാകെ മാറ്റിമറിച്ചു എന്നാണ് ഇപ്പോൾ ഋതു പറഞ്ഞിരിക്കുന്നത്. സഞ്ജു എന്ന കളിക്കാരൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കറിയാവുന്നതാണ്. അത് അദ്ദേഹം ഇവിടെ വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ്. സഞ്ജു വന്നിട്ട് പറയുകയാണ്, നമുക്കതിന് കഴിയും, ആ കഴിയുമെങ്കിൽ നമ്മൾ തിരിച്ചു വന്നേ പറ്റൂ എന്ന്. ഓരോരുത്തരും ആ വാക്കുകൾ കേട്ട് അങ്ങ് മോട്ടിവേറ്റഡ് ആയിട്ട് പംഡപ്പായിട്ട് കിടലൻ പ്രകടനം നടത്തി എന്നുള്ളതാണ്. എന്നിട്ട് വിശദമായിട്ട് ഋതു പറയുന്നുണ്ട്, തീർച്ചയായിട്ടും 200 റൺസ് ചേസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ചേസ് ചെയ്യുമ്പോൾ 18ാമത്തെ 19ാമത്തെ ഓവറിലേക്ക് കളി നീളുമെന്നറിയാമായിരുന്നു. പിച്ച് പുതിയൊരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് ടാക്കി. ഷോട്ട് കളിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. പിന്നെ 200 റൺസ് ചേസ് ചെയ്യുക, അത് ചേസ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പം ജോഷ് ഇംഗ്ലീഷ് കളിച്ച രീതി അത് മികച്ചതാണ്. അദ്ദേഹത്തിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നു. ഹി പ്ലേഡ് സം അമേസിങ് ഷോട്ട്, ഞങ്ങൾക്കതിന് ഉത്തരമുണ്ടായിരുന്നില്ല, അത്രയും പറഞ്ഞിട്ടാണ് പിന്നെ സഞ്ജു വന്ന് പറഞ്ഞത് ടീം പംഡപ്പ് ആയത്. ആ ഒരു തിരിച്ചുവരവിൻ്റെ കാര്യമൊക്കെ ഋതു എടുത്തു പറയുന്നത്. എന്നിട്ട് ഋതു പറയുകയാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ബൗളേഴ്സ് ആ ഒരു 3 to 4 ഓവേഴ്സ് ബൗൾ ചെയ്യുക ആൻഡ് 6 to 10 ഓവേഴ്സ് ഫേസിൽ മികച്ച ബൗളിംഗ് നടത്തുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നത്. നൂറും ജെയ്മി ഓവേർട്ടനും ശരിക്കും നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു. നൂറ് ആൻഡ് ജെയ്മി ബൗൾഡ് റിയലി വെൽ. അപ്പം ഒരു 220 റൺസിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ ചേസ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കളിക്കുന്ന രീതി വെച്ച് 240 250 റൺസിലേക്ക് അവർ പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞ് അവരെ 200-ൽ തളച്ചിടുകയും ചെയ്തു. സംവെയർ അറൗണ്ട് 220 to 230 വുഡ് ഹാവ് ബീൻ പാർ. പക്ഷേ ഞങ്ങളുടെ ഗൈസ് വളരെ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചു എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നു. എന്തായാലും സംഗതി വളരെ വ്യക്തമാണ്. സഞ്ജുവിൻ്റെ വാക്കുകൾ CSKയെ വല്ലാതെ പംഡപ്പാക്കി. അതാണ് പിന്നീട് നമ്മൾ CSKയുടെ ബൗളിംഗ് ഇന്നിങ്സിൽ കണ്ടത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.